So hey mates, Zaurin here. Our new journey is being. ബാഗെല്ലാം കെട്ടിപ്പൂട്ടി അമ്മ സാധനങ്ങളെല്ലാം എടുത്തിറങ്ങാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് കയറ്റി വെക്കാൻ പോവുകയാണ്. അതെ ഇന്നും ഉണ്ണിക്കുട്ടൻ വണ്ടി പാർക്ക് അതിനാ വിളിച്ചേ? ആ ഫ്രണ്ട് കറക്റ്റ് ആണോ തിരിയണേ? കുഴപ്പമില്ലായിരുന്നല്ലോ, തുറന്നിട്ട് പക്ഷെ ഇത് വണ്ടി ഓണാക്കാണ്ട് AC ഇട്ടേക്കണേ എന്തിനാ? AC ഇട്ടിട്ട് എന്തിനാ ചില്ല് കത്തിയിട്ടേക്കണേ? എന്നാ കിട്ടിയാണേലും അവിടെ പോയിട്ട് നേരെ പയ്യെ റിവേഴ്സ് കൊണ്ടുവരാൻ പറ്റും. അത് വേണ്ട, വേണ്ട വായട്ടെ, വേണ്ട ഞാൻ പോയിട്ട് വേണ്ട ചേട്ടാ പയ്യെ പറഞ്ഞത് വേണ്ട. എന്നാ എത്ര തൊട്ടാണുണ്ടേ? ഒന്ന് തൊട്ടുണ്ടോ? ഇതാണ് എനിക്ക്. അതോ മറ്റേതാണോ നമുക്ക് വേണ്ടേ? നമ്മളങ്ങനെ നൃത്താഞ്ജലി എത്തിയിട്ടുണ്ട് മങ്ങാട്ടുകവലയിൽ. കുറച്ച് പ്രൊഡക്ട്സ് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് എടുത്തു വെക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് അച്ഛനും അമ്മ ഇറങ്ങിയേക്കാണ്. ഇപ്പം ഞാനും ഉണ്ണിയും ഇവിടെ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ കൃത്യമായിട്ട് ഇതൊന്നും വെച്ചിട്ടില്ല. പക്ഷെ തമിഴ്നാട് മധുര മീനാക്ഷി ക്ഷേത്രമൊക്കെ പോകണമെന്നുണ്ട്. പിന്നെ എവിടെ ഒരു കാര്യം അസേ പറഞ്ഞായിരുന്നല്ലോ, അതേതായിരുന്നു? സ്ഥലം കമ്പന്തേരി കൂടിയാണ് നമ്മൾ പോകുന്നത്. ഏതൊരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞായിരുന്നല്ലോ, അത് ഓർക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് സ്ഥലങ്ങളിൽ കൂടെയൊക്കെ പോകുന്നുണ്ട്. ഒരു 2-2.5 ദിവസത്തെ ട്രിപ്പാണ് നമ്മുടെ. അപ്പോൾ ബാക്കി വീഡിയോസ് നമുക്ക് കാണാം. ഗൈസ്, നാളെ നമ്മളില്ലാത്തതുകൊണ്ട് അവരുടെ സാധനങ്ങൾ നമ്മുടെ സ്പൈക്കേഴ്സിൽ കൊടുത്തിട്ടാണ് കേട്ടോ അച്ഛയമ്മയും വരുന്നത്. അപ്പുവാണ് ഗൈസ് ഓടി പോകുന്നത്. അപ്പുവിൻ്റെ ഉണ്ട്, കണ്ടില്ലേ? അച്ഛയമ്മ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വിടാം. ചേട്ടായിയാന്നും പറഞ്ഞോണ്ട് ഞാൻ സുബിന്റെ ഫോൺ എടുത്ത് കിച്ചനും എടുത്തേ. സുബിൻ കൈസ് എന്നല്ലേ വന്നേ? കുത്താനുള്ള ചാർജ് ബുക്കും പേപ്പറും എടുത്ത സാധനം. അയ്യോ, ചാർജർ പുറകില. പൊല്യൂഷൻ ഉണ്ട്. 2017 വരെ ഉണ്ട്. 2017 അപ്പൊ അത് കഴിഞ്ഞു 5 കൊല്ലം മുമ്പേ. ഇത് തീർന്നാ അതിപ്പോ കഴിഞ്ഞായിരിക്കും. കാരണം പൊല്യൂഷൻ ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്. ഇത് പുതിയതല്ല, 5/3/2025 ഡേറ്റ് ആണ്. 4/3/2026 വരെ. പൊല്യൂഷനും എന്തൊക്കെയാണ് വേണ്ടത്? പൊല്യൂഷൻ ഇൻഷുറൻസും നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസും മതി. ബാക്കിയുള്ള എല്ലാവരും നോക്കൂലോ. വണ്ടിയുടെ ബുക്കും പേപ്പറും വേണ്ടേ? ബുക്കും പേപ്പറും ഉണ്ടാവണം. കയ്യെടുത്ത് വാങ്ങിക്കടാ. അയ്യോ, പിന്നല്ലാതെ പെട്രോളാണ്. നമ്മൾ വരുന്ന വഴിക്കൊന്നും പമ്പുകൾ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ജിയോ പമ്പിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. ജിയോ റിലയൻസിന്റെ എല്ലാ പമ്പും ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഓ, അതിന്റെ തിരക്ക് നോക്കി. അങ്ങോട്ടേക്കാ ഈ ചേച്ചി വിളിച്ചായിരുന്നു. എല്ലായിടത്തും ഒരേ പെട്രോളും ഡീസലും തന്നെയാ. ഇവര് ചിലപ്പോ പൈസ കൂട്ടുമെന്ന്. റിലയൻസിൽ എപ്പോഴും ഏറ്റവും കുറവായിരിക്കും. പെട്രോളാണ് കേട്ടോ, ഫുൾ ടാങ്ക്. നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എത്ര രൂപയാവുള്ളൂ? അപ്പോൾ നമ്മളാണെങ്കിൽ പമ്പിൽ പെട്രോൾ അടിക്കാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ ഫുൾ ടാങ്ക് എത്ര അടിക്കുമ്പോൾ ഫുൾ ടാങ്ക് ആവുമായിരിക്കും? നമ്മുടെ ഒരു 7,000 അടിക്കുമ്പോൾ നോക്കട്ടെ. എന്ത് പറ്റി? ആവുന്നില്ലേ ഗായ്സ്? നോക്കൂ. ഇന്നത്തെ ഇവിടുത്തെ ബില്ല് നോക്കൂ ഗൈസ്. ആ ഒഴുകുന്നത് പാമ്പല്ല, ബില്ലാണ്. ഇന്നത്തെ തിരക്കേ. അയ്യോ, ഉണ്ടോ? തൊടുപുഴ ഫുള്ള് ഇന്ന് ഇവിടെ ഉണ്ട്. തുപ്പിച്ച് മലയുടെ തിരക്കാണ് ഗൈസ് നമ്മൾ കാണുന്നത്. അപ്പൊ തോട് ഫോക്കസ് ആവുന്നുണ്ടല്ലോ. കുളമാവ് ഡാമാണ് ഗൈസ് കാണുന്നത്. വെള്ളം കാണാൻ പാടില്ലല്ലോ. അവിടെ വെള്ളമില്ല, ഇപ്പറേ വെള്ളം. ഇല്ല ചേ, ഇവിടെ വെച്ച വലിച്ച ഇരുന്നോണ്ടിരുന്നേ. അതെ, വലിച്ച ഇവിടെ ഇവിടെ മറ്റേ സ്റ്റേഷൻ. അതാ സ്റ്റേഷൻ. ഇത് അവരിയ്ക്കുന്ന റെസ്റ്റോറന്റ്. ഇത് ഔട്ട് പോസ്റ്റ്. കുളമാവിൽ ഇറങ്ങുന്നുണ്ടോ? ഇറങ്ങാൻ ഇറങ്ങില്ല. നമുക്കൊന്ന് നേരെ പോവാം.
നമ്മളവിടെ ഒരു കടയിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് ഗൈസ്. പോണ വഴിക്കാൻ അമ്മയും ഉണ്ണിയൊക്കെ അകത്ത് കയറി ആദ്യമേ ഇതെൻ്റെ സീറ്റ് പിടിച്ചിരിപ്പുണ്ടേ. ഓരോ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോയത്. മേറ്റ്സ്, നമ്മളപ്പോൾ ഇപ്പോൾ ഉള്ളത് ചെറുതോണിയിലാണ്. അപ്പോൾ ഇടുക്കി ഡാമിലേക്ക് കയറുന്ന വഴിയൊക്കെ കടന്നിങ്ങനെ പോന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടുത്തെ ഇടുക്കി ഡാം പാർക്ക് കാണുന്നത്. അവിടെ ഇപ്പോൾ ആ പ്രതിമ ഇരിക്കുന്നത് നമ്മുടെ കൊലുമ്പൻ്റെ ആണ് കേട്ടോ. ഇടുക്കി ഡാം പണിയാൻ വേണ്ടിയിട്ട് വഴിയും സ്ഥലവും എല്ലാം കാണിച്ചു കൊടുത്ത ആ ഒരു ട്രൈബായിട്ടുള്ളൊരു വ്യക്തി അവരുടെ അനുസ്മരണത്തിന് വേണ്ടിയിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ യാത്ര ഇനി മുമ്പോട്ട് പോകാൻ പോവുകയാണ്. നമ്മൾ മാത്രമേ ഇറങ്ങിയുള്ളൂ. നല്ല വെയിലാണ് കേട്ടോ, ചൂടുണ്ട് പുറത്ത്. ഡാം പാർക്ക് എന്ന് പറഞ്ഞാൽ അറിയാം, ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജ് ചെയ്യാനുള്ള ഏരിയ. അതെ, അവിടെ പാർക്കും എന്തോ സംവിധാനങ്ങളുണ്ടല്ലോ. അവിടെ ഒരു ഇത് ആൾക്ക് വണ്ടി ഇത് കയറ്റിയിട്ട് ഇടുക്കി പാർക്ക്, അവിടെ വണ്ടി കയറ്റിയിട്ടിട്ട് നമുക്ക് അവിടെ വിശ്രമിക്കണമല്ലോ ചാർജ് ചെയ്യാറുന്നവരെ. നമ്മളിപ്പോ തമിഴ്നാടും കേരളത്തിന്റെയും ചെക്ക് പോസ്റ്റിലാണ് കേട്ടോ ഉള്ളത്. ചെക്ക് പോസ്റ്റ് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? എന്താ പറയാനുള്ളത്, നമ്മളാണെങ്കിൽ തമിഴ്നാട് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. മേളിൽ നിന്ന് കാണാൻ അടിപൊളിയായിരുന്നു. കേരളത്തിലില്ല കാഴ്ച ഇത്രയും തെങ്ങ്. നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് ഇത്ര അധികം തെങ്ങ് നിൽക്കുന്ന ഒരു സ്ഥലം കാണുന്നത് തമിഴ്നാട് കടന്നതിന് ശേഷമാണ് കേട്ടോ. ഗൈസ്, നമ്മൾ കാപ്പി കുടിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. ഗൈസ്, നമ്മളങ്ങനെ മധുരെത്തി. നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ റൂം ബുക്ക് ചെയ്തിരിക്കുന്ന ആൾ വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. നമ്മൾ കോണ്ടാക്ട് ചെയ്തിരുന്നു, ഇവിടെ അടുത്തെത്തിയെന്നാണ് പറഞ്ഞത്. നമ്മളിവിടെ മിയ ബൈ തനുഷ്ക് എന്ന് പറയുന്ന കടയുടെ ഫ്രണ്ടിലാണ്. വേറെ മറ്റൊരു കട ശ്രീ കുമാരൻ തങ്കമാളികയുണ്ട്. പിന്നെ ഇതാണ്ട് സെന്തിൽ മുരുകൻ ജ്വല്ലറീസ് ഒക്കെ ഉള്ളൊരു സ്ഥലത്താണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. ഈ സ്ട്രീറ്റിൽ ഒത്തിരി ഇതുണ്ട്. ഭീമ ജ്വല്ലറി ഉണ്ട്, മലബാർ ജ്വല്ലറി ഉണ്ട്, പോത്തീസ് സിൽക്ക് ഹൗസ് ഉണ്ട്. ഒരു വലിയൊരു സ്ട്രീറ്റാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് നമുക്കിവിടെ അക്കോമഡേഷൻ സെറ്റ് ചെയ്ത റോമൻ ചേട്ടൻ വന്നു കേട്ടോ. ഹോട്ടൽ ലക്ഷ്മിയിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അങ്ങനെ നമ്മൾ മധുരയിലുള്ള നമ്മൾ റെൻ്റ് ചെയ്തിരിക്കുന്ന കോട്ടേജിൽ എത്തിയിട്ടുണ്ട്. അച്ചയും അവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നു. നമ്മളുള്ള റൂമിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഈ റൂമിലാണ് നമ്മുടെ സ്റ്റേ. അമ്മ എന്നുണ്ട് റൂം വന്നാൽ എഴുതി കയറി കടന്നു വയസ്സ് നോക്കോണ്ടിക്കൂടെ ലഗേജ് സ്റ്റഡി 500 കൊടുക്കുമോ? ടി വി ഒക്കെ ഉണ്ട്. അമ്മി എ സി ആണോ 24 കിടക്കുന്നത്? 16-ലാക്കണോ? നമ്മളിവിടെ വന്ന് റൂമൊക്കെ എടുത്തിട്ട് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുമ്മാ പോയി കണ്ടിട്ട് വരാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മളാണെങ്കിൽ മീനാക്ഷി അമ്മൻ കോവിൽ ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല കേട്ടോ. പോകെ 1 കിലോമീറ്റർ കണ്ടുള്ളൂ എന്ന് അവർ പറഞ്ഞു. മാപ്പിൽ അത്രേ ഉള്ളൂ. അപ്പം നമ്മളേതായാലും അങ്ങോട്ടേക്ക് നടന്നു പോകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഉണ്ണി നമ്മുടെ കാറിൽ പോയിട്ട് എന്തോ എടുക്കാൻ പോകുന്നതാണ് ഗൈസ്. എവിടേക്കാ വഴിയെന്ന് പറയാ? ആ വഴിയാണ് ഗൈസ് നമ്മൾ പോകുന്നത്. മീനാക്ഷി ക്ഷേത്രത്തിലേക്കാണ്. അല്ല അതല്ലേ വഴി? അങ്ങോട്ടേക്കല്ലേ? ആ, ഇതുവഴി പോണ വഴിക്ക് നല്ല ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് അടുത്ത വഴിയുമ്പോൾ കറങ്ങാന്നാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം. സ്ട്രീറ്റിൽ വെളിച്ചം കുറവാണ്, അതുകൊണ്ട് എത്രമാത്രം പ്രോപ്പറായിട്ട് എൻ്റെ വിഷ്വല് നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. അവിടെ ഒരു സിംഹവും പിന്നെ അത് മാലാഖയോ ഇവിടുത്തെ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ. 11 മിനിറ്റ് യാത്രയുണ്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ടേക്ക്. പ്രോപ്പർ ടൗൺ വഴിയാണ് നടക്കേണ്ടത്. ഭയങ്കര നോയ്സാണ് പുറത്തുനിന്ന്. അതുകൊണ്ട് എത്രമാത്രം പ്രോപ്പറായിട്ട് എൻ്റെ വോക്കിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. എന്താണേലും മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല പൈസ ആയിരിക്കും. ഉണ്ണി അത് മുടക്കി ഗൈസ്. അമ്മയ്ക്ക് നടക്കണം എന്നാണ് ആഗ്രഹം അത്ര. മീനാക്ഷി ടെമ്പിൾ എത്തിയപ്പോഴാണ് ഗൈസ്. ഇതാണ് മീനാക്ഷി ടെമ്പിൾ. അവിടെ കയറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണൊന്നും അലൗഡല്ല. എല്ലാ സാധനവും ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. അങ്ങനെ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഗൈസ്. ഇനി കുറച്ച് ഡിവോഷണൽ ലുക്ക്.
ഉണ്ണി ഈസ് ലൈക്ക് ദിസ് മൈ പിതാശ്രീ മാതാ. നമ്മളാണെങ്കിൽ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി. നമ്മൾ ചെന്നപ്പത്തേനും പൂട്ടാനുള്ള ടൈമായിരുന്നു. 9 മണി വരെയാണ് ഇവിടുത്തെ ടൈം ഉള്ളത്. പക്ഷേ നമ്മളിപ്പോൾ തൊഴുതിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പോൾ 9:45 കഴിഞ്ഞു. കറക്റ്റ് നമ്മൾ പോയതും എൻട്രി അവിടെ ക്യാൻസൽ ചെയ്തിരുന്നു. നമ്മൾ കയറി കുറേ നേരം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായി അമ്മ മധുര മീനാക്ഷി ക്ഷേത്രം? കാണേണ്ട ഒരു ക്ഷേത്രമാണ്. അതെ, അച്ചായി വരെ ഡിവോഷണലായിപ്പോയി അകത്ത് കയറിയപ്പോ. ഓ നാരായണ. അതെ അതെ, അകത്തോട്ട് പ്രവേശനം ഇല്ലാത്തതുകൊണ്ട് നമുക്കാണെങ്കിൽ അകത്തെ ഇന്റീരിയർ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. ഗണദൈവതായ ഗണാധ്യക്ഷായ ധീമഹി. അമ്പലത്തിക്കല്ലാന്ന് പറഞ്ഞോട്ടോ, ഞാൻ തൊഴുന്നു. അതെ എന്തോ എന്നതാണ് അതെ ഗൈസ്, നമ്മളെല്ലാം ഒരു എസ്തെറ്റിക് ഗൈസ് ആണ്. പക്ഷേ അകത്ത് കയറണമെങ്കിൽ ഉണ്ണിക്കുട്ടൻ നിക്കറാണിട്ട്, ട്രൗസറാണിട്ട്. അതുകൊണ്ട് പാൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഇതുപോലത്തെ ധോത്തി എന്തെങ്കിലും ഇട്ടില്ലെങ്കിൽ അകത്തോട്ട് എൻട്രി ഇല്ല. അതുകൊണ്ട് ഉണ്ണിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു മുണ്ട് മേടിച്ചാണ് കേട്ടോ ഇത്. അകത്ത് കയറി കഴിഞ്ഞ് പുള്ളിക്ക് കൊടുക്കണമെന്ന് സെറ്റ് ആവാത്തതുകൊണ്ട് കീറിപ്പറിച്ച്, അതായത് വലിച്ച് പറക്കണ കണ്ടുകൊണ്ട് പിന്നെ ഞാൻ മേടിച്ചു. അത് തോളത്തിട്ടുന്നേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. ഇതുവഴി കുറച്ച് അങ്ങോട്ട് പോകണം നമ്മളെ താമസിക്കുന്ന അടുത്തോട്ട് എത്തണമെങ്കിൽ. ഇവിടെ നിറയെ സ്ട്രീറ്റാണ്. എന്താ മേടിക്കുന്നത്? വേണ്ട, ഒരു സ്പ്രൈറ്റും മേടിച്ചോ? സ്പ്രൈറ്റ് ഇല്ല ഇവിടെ. പെപ്സി ഉണ്ടല്ലോ. ഭക്ഷണം കഴിക്കാൻ പോലോ? ആ ഓക്കെ. ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. അതുകൊണ്ട് ഫുഡ് മറ്റേ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റാവില്ല. സ്പ്രൈറ്റ് ഇരിപ്പില്ലല്ലോ. സ്പ്രൈറ്റ് അതിലില്ല. ആ എടുത്തു. പോകാം. നേതാജി റോഡ് ഇതല്ലേ? ഈ നേരത്തും നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. അമ്പലം പൂട്ടിയെങ്കിൽ പോലും ആളുകൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. ഈ സ്ട്രീറ്റെല്ലാം അടഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ. நாம தமிழ்நாடு பக்கத்தில் மீனாட்சி அம்மன் கோவில் பக்கத்தில் தான் இருக்கு. ஆனால் അവിടെ തൊഴുത് ഇറങ്ങിയതിന് ശേഷം കൊഞ്ചം ഫുഡ് സാപ്പിടാനായിട്ട് പുറത്തോട്ട് വന്നിട്ട് എന്നിട്ട് നൗ വീണ്ടും വാക്കിംഗ് ടു അവർ ലോഡ്ജ. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ അവിടെ എത്തി. ഈസ് കോളിംഗ് സമ്മൺ. ആണ് നമ്മുടെ നമ്മളങ്ങനെ അല്ല അതെയോ ഇല്ല ഞാൻ ഓക്കെ ധൈര്യണേ. നമ്മളങ്ങനെ നമ്മുടെ റൂമിൽ വന്ന് കയറി. ഐസ് വന്ന വഴിക്ക് ഇങ്ങനെ അലച്ചിലും ഇതൊക്കെ ആയതുകൊണ്ട് ഭയങ്കര മടുപ്പുണ്ട്. കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ നേരത്തെ, ഇന്ന് നമ്മളൊരു ഇത്തിരി ലേറ്റ് ആയിരുന്നു, പക്ഷെ നാളെ നമ്മൾ ഉറപ്പായിട്ട് നേരത്തെ ഇറങ്ങുമായിരിക്കും. രാമപുരം ക്ഷേത്രത്തിൽ രാമപുരമല്ലോ, ഏതാ രാമേശ്വരം ടെമ്പിളിലായിട്ടാണ് കേട്ടോ നാളെ പോകുന്നത്. നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് യാത്രയുടെ. ഇപ്പം ഞങ്ങളാണെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ രാമേശ്വരത്തിനായിരിക്കും നമ്മുടെ യാത്ര. ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യും. അപ്പോൾ അതാണ്ട ഇന്നത്തെ ഞങ്ങളുടെ ലുക്ക് കേട്ടോ. ഓരോരുത്തരും ഉച്ചയൊക്കെ ബർമുടയാണ്, പട്ടാളം. ഇന്നലെ നമ്മൾ വെള്ളം മേടിക്കാൻ കയറിയ കടയാണ് കേട്ടോ. എല്ലാവരും വന്ന് തുടങ്ങിയുള്ളൂ എന്ന് പറ. ഇനി എന്താ കഴിക്കാൻ പോകുന്നത്? നമ്മളാണെങ്കിൽ പൂരി മസാലയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അതല്ല, അല്ലെങ്കിൽ കഴിക്കുമ്പോൾ കാണാം. ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് കേരളം വിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണമെന്നുള്ള ആദ്യത്തിലായിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ലായിരുന്നു പല ഫുഡും കഴിക്കുമ്പോൾ. പക്ഷേ ഞാനാണെങ്കിൽ കർണാടകയിൽ കർണാടക ഗോവ പോയപ്പോഴാണ് ആദ്യമായിട്ട് പൂരി മസാല കഴിക്കാൻ. പൂരി മസാല കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഞാൻ തീരുമാനിച്ചു കേരളത്തിന് പുറത്ത് പോകുമ്പോൾ
പൂരി മസാല കഴിച്ചേക്കാം. കാരണം അത് ഞാൻ ഒരു 3-4 കടയിൽ നിന്ന് കഴിച്ചിട്ട് എല്ലായിടത്തും ഒരേ ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ പൂരി മസാല തന്നെ നമ്മൾ ഓർഡർ ചെയ്തു. പക്ഷെ അച്ഛയുടെ ഫുഡാണ് കേട്ടോ ആദ്യം വന്നത്, ഇഡ്ഡലി. അതങ്ങനെ വരുള്ളൂ. അതല്ല, അത് പ്രീ മെയ്ഡാണ് അല്ലേ. നീയല്ലേ എന്നോട് തിന്നണേൻ്റെ വീഡിയോ എടുക്കാൻ തരാം. ഉണ്ടെങ്കിൽ മസാല ദോശയാണ് ഉണ്ണി അമ്മയും. ഇതോ അപ്പൊ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു വീർത്തിരിക്കണ പോലെ. ബീഫോ? ബീഫ് ദോശയാണ് ഗൈസ് അവർ കഴിക്കുന്നത്. ബീഫ് മനസ്സിൽ സങ്കല്പിച്ച കഴിക്കാം. അങ്ങനെ ഗൈസ് നമ്മുടെ പൂരി വന്നു. തിങ്കളാഴ്ച കൊണ്ടു തന്നാലെന്ന് പറഞ്ഞില്ലായിരുന്നോ സുബിത? ലോങ്ങോ പോയിന്നാ? ലോങ്ങോ പോയിക്കാം. അതെന്നെ ഇതേപ്പോ ഇത് അതെ തൊട്ട് കൊടുക്കുമ്പോ ഗൈസ് ആ മുത്തശ്ശി നമ്മളോട് പറഞ്ഞെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ നമുക്ക് ഈ പൊട്ട് തൊട്ട് തന്നത് നടുവെല്ലാം കൊണ്ടാണ്. പക്ഷെ അങ്ങനെ ചെയ്യരുത്, റിംഗ് ഫിംഗർ യൂസ് ചെയ്ത് വേണം പൊട്ട് തൊട്ട് തരാൻ. കുട്ടികൾക്കെല്ലാം പൊട്ട് തൊട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്യാവുള്ളൂ എന്ന് അവരോട് പറഞ്ഞാണ് കേട്ടോ. ആർക്കാ ഉണ്ണിയുടെ കൈ നീണ്ടു വരുന്നത് കാണിച്ചാ? ഇവിടുത്തെ ഒരു കോവിലാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കഴിച്ചത്. നമ്മൾ തമിഴ്നാട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രത്യേകതയാണ് കേട്ടോ. പോകുന്ന എല്ലാ വഴിക്കും കോവിലുകളാണ്, സൈഡിലും അവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ അമ്പലങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ഈ നടക്കുന്ന വഴികളിലും ഇപ്പോൾ കണ്ടോ, നമ്മൾ താമസിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ പോലും ഒരു കോവിലാണുള്ളത്. ഇവിടെ അങ്ങനെ ഒരുപാട് കോവിലുകൾ ഉണ്ടെന്ന് തോന്നുന്നു. ഇതാണ് ഞാൻ ഇവിടെ പറഞ്ഞ അമ്പലം കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ റൂമിൽ വന്ന് റെസ്റ്റ് എടുക്കുകയാണ്. ഇനി നമ്മളിപ്പോൾ വേറൊരു ഡെസ്റ്റിനേഷനിലായിട്ട് പോകാനുണ്ട്, ഒരു വീട് വിസിറ്റ് ചെയ്യാനുണ്ട്. അങ്ങോട്ടേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ആൾ പോരുന്നതേ ഉള്ളൂ. അതിന് ശേഷമാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ പോകുന്നത് കേട്ടോ. നമ്മളെ കൊണ്ടുപോകുന്ന ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളാണെങ്കിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മറ്റൊരു കോവിലാണ് കേട്ടോ ഈ കാണുന്നത്. അച്ചായി പുള്ളിയുടെ കൂടെ പോവാണ്. റഹ്മാൻ ചേട്ടൻ്റെ വീട്ടിലായിട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. വെയിലായതുകൊണ്ട് റോഡിൽ കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ദൂരമുണ്ട്, അതുപോലെ നല്ല വെയിലാണ്. അതുകൊണ്ട് റഹ്മാൻ ചേട്ടൻ പറഞ്ഞാൽ നമുക്ക് ഈ വഴിക്ക് പോകുന്ന എളുപ്പമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോകുന്നതാണ്. കല്ലും മണ്ണും നിറഞ്ഞ പാതയിലൂടെയാണ് നമ്മുടെ യാത്ര മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ പണ്ട് സിനിമകളിലൊക്കെ കണ്ട് ഉള്ളൊരു ഫീലുണ്ട്. ഇപ്പോഴത്തെ ലൂസിഫറിലും ഉണ്ട്. അതുപോലെ തന്നെ പറവയിലൊക്കെ അവര് പറവേനെ വളർത്താൻ വേണ്ടിയിട്ടൊക്കെ പോകുന്നില്ല, അവരുടെ വീടും സ്ഥലങ്ങളൊക്കെ ഇരിക്കുന്ന ഭംഗിയുണ്ട് അവിടെ കാണാൻ. ഒരുപാടുണ്ട് ഗൈസ്, പക്ഷെ കൊള്ളാം. ഇപ്പോഴാണ് യാത്രയുടെ ഒരു സുഖമായത് കേട്ടോ. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ളൊരു വഴിയിലൂടെ നടന്നൊക്കെ യാത്ര ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടാണ്. അതിൻ്റേതായിട്ടുള്ളൊരു വിഷ്വൽ ബ്യൂട്ടി നമ്മുടെ ഈ ഇന്നത്തെ വ്ളോഗിലും ഉണ്ടായിരിക്കും. ഒന്നും പറഞ്ഞില്ല, നടന്നു. അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിലേക്ക് കയറി. അടുത്ത വീഡിയോസ് ഇല്ല. നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമുക്ക് വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ചെയ്തു തന്നത് റഹ്മാൻ എന്ന് പറഞ്ഞ ചേട്ടനാണ്. ആ റഹ്മാൻ ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ തിരിച്ചു പോന്നുകൊണ്ടിരിക്കുന്നത്. ശരി, അങ്ങനെ നമ്മൾ നമ്മുടെ ലോഡ്ജിലേക്ക് തിരിച്ചെത്തി. ഇനി ഇവിടെ നിന്ന് നമ്മൾ വെക്കേറ്റ് ചെയ്ത് പോകാൻ പോകാൻ കേട്ടോ ഗൈസ്. അതെ, നമ്മളങ്ങനെ നമ്മുടെ യാത്ര തിരിക്കുകയാണ്. അപ്പോൾ എന്നെ കൊടുത്തോ? എന്നാ പറഞ്ഞു? ഇങ്ങോട്ട് വളച്ച് ബാക്കിലേക്ക് എടുത്താൽ മതി. ഇങ്ങോട്ട് വളച്ച് ബാക്കിലേക്ക് എടുക്കണം. ടോൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, പാമ്പൻ പാലത്തിലൂടെയാണ് ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ രാമേശ്വരം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പാമ്പൻ പാലം കയറിയാണ് പോകുന്നത്.
അവിടെയായിട്ട് പാർക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഇറങ്ങി ചില്ല് ചെയ്യാൻ പാകത്തിനുള്ള അടിപൊളി ഏരിയയാണ്. നല്ല കാറ്റുണ്ട് ഇവിടെ. ഞാൻ പറയുന്നത് എത്രമാത്രം നമുക്ക് കേൾക്കാൻ പറ്റുന്നുള്ളത് അറിയില്ല. ഏത് റെയിൽവേ ഏതിൻ്റെ ഈ സൈഡ് കണ്ടോ, റെയിൽവേ പോകുന്ന സ്ഥലമാണ് കേട്ടോ. നല്ല കാറ്റുണ്ട്. ഇതുണ്ടോ, പറക്കുവാണ് തുണിയൊക്കെ. ഓ, വെട്ടം എവിടെയാണല്ലേ. കാറ്റ് നല്ല കാറ്റുണ്ട്. ഫോൺ കൊണ്ടുപോകും ചിലപ്പോൾ. ഇവിടെ നല്ല വെയിലാണ്. നമ്മൾ ഇനി തിരിച്ച് നമ്മുടെ രാമേശ്വരത്തിനായിട്ടുള്ള യാത്ര വീണ്ടും ചെയ്യാണ് കേട്ടോ. ഇവിടെ നേരെ നമ്മൾ പോകാൻ പോകുന്നതിന് രാമേശ്വരത്തേനാണ്. നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും കയറി ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ. അപ്പോൾ നമുക്കിനി അടുത്ത ഡെസ്റ്റിനേഷൻ നമുക്ക് കാണാം. അയ്യോ, നല്ല ചൂടുണ്ട്, നല്ല ടാനാവും. സൺസ്ക്രീൻ ഒന്നും ഉപയോഗിക്കേണ്ട ആരും വരണ്ട. ഇത് എത്ര കണക്കിന് ബോട്ടുകളാണ് അപ്പുറം സൈഡിൽ നോക്കുന്നത് നോക്കൂ. ഇഷ്ടം പോലെ എല്ലാം ഫിഷേഴ്സിന്റെ ബോട്ടാണ് കേട്ടോ. ഇവിടുന്ന് കഴിക്കണ്ട, മൂത്രം ഒഴിക്കാൻ പാകത്തിനല്ലേ ഉണ്ട് ഉദ്ദേശിച്ചേ? രാമകുട്ടി അതല്ലേ ഉദ്ദേശിച്ചേ? അല്ല, മൂത്രം ഒഴിക്കാൻ പറ്റുന്ന ഏരിയയിൽ വണ്ടി കഴിച്ചാലാണ്. അപ്പുറം ഇപ്പറൊക്കെ കടലാണ്. പാമ്പൻ ലൗസ്. നമ്മളിപ്പോ നമ്മളിപ്പോ മൂന്നാമത്തെ തവണ ഇത് കാണണം. നല്ലടാ ഇത്. പെട്രോൾ ഇരുന്നിട്ട് തള്ളിക്കൊണ്ട് அப்போ மலையாள சினிமா பார்க்க ஆரம்பிச்சது. அது ஐயப்பன் கோச்சியும் മനുഷ്യനെ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം. മനുഷ്യനെന്ന് പറയണ്ട, ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം കെടുത്തുന്നതാണോ സ്വപ്നം എന്ന് പഠിപ്പിച്ച മഹാൻ ഇവിടെ ഉറങ്ങുന്നു. ഉറക്കം കെടുത്തുന്നതായിരിക്കണം സ്വപ്നം എന്ന് പഠിപ്പിച്ച മഹാൻ ഇവിടെ. അല്ലേ? ഓക്കേ അല്ലേ? ഉറങ്ങുമ്പോൾ കാണുന്നതല്ല, ഉറക്കം കെടുത്തുന്നതാവണം സ്വപ്നം എന്ന് പഠിപ്പിച്ച മഹാൻ ഉറങ്ങുന്ന സ്ഥലമാണിത്. അതെ, APJ അബ്ദുൽ കലാമിന്റെ സ്മാരകം. അങ്ങനെ നമ്മളാണെങ്കിൽ APJ അബ്ദുൽ കലാമിന്റെ സ്മാരകത്തിൽ നിന്ന് ഇറങ്ങി അടുത്ത നമ്മുടെ രാമേശ്വരത്തോട്ട് പോവാണ് കേട്ടോ. അന്ന് അത് പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന്റെ വീടൊക്കെ ഒന്ന് കയറി കാണാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ കാണണം എന്ന് കരുതുന്നു. ഏതായാലും ഇപ്പോൾ നമ്മൾ കയറിയെടുത്ത് ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഫോൺ വണ്ടിയിൽ വെച്ചിട്ടാണ് നമ്മൾ പോയത് കേട്ടോ. എന്താണെങ്കിലും അടുത്ത കാഴ്ചകളിലായിട്ട് പോവാം. ഇത് നമ്മളിപ്പോൾ ഉള്ളത് കാശി രാമേശ്വരം ടെമ്പിളിലാണ് കേട്ടോ. ഗൈസ്, നമ്മളിപ്പോ ധനുഷ്കോടിയിലോട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങള് എവിടെയാ, രാമേശ്വരം ടെമ്പിളിൽ കയറി. പക്ഷേ അകത്തോട്ട് കയറാൻ പറ്റില്ല. പാർക്കിംഗ് ചെയ്തപ്പോഴാണ് അവിടെ ഒരാൾ വന്നിട്ട് പറഞ്ഞു 5 മണി വരെയാണ് ധനുഷ്കോടിയിലോട്ട് എൻട്രി ഉള്ളൂ. അപ്പോൾ ഏതായാലും ധനുഷ്കോടി പോയതിന് ശേഷം രാമേശ്വരം ടെമ്പിളിൽ പോകാന്നാണ് കേട്ടോ ഞങ്ങൾ ആലോചിക്കുന്നത്. ഏതായാലും ഇപ്പം നേരെ ധനുഷ്കോടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ രാമേശ്വരത്ത് പോയിട്ട് ഞങ്ങളാണെങ്കിൽ കാറിന് പാർക്കിംഗ് ഫീ ഒക്കെ പേ ചെയ്ത് ഒരു 100 റുപ്പീസ് കളഞ്ഞിട്ട് നിന്നപ്പോഴാണ് കറക്റ്റ് അവർ പറഞ്ഞു 5 മണി വരെ ഉള്ളത്. അവർ പറഞ്ഞു പാർക്കിംഗ് ഫീ കുഴപ്പമില്ല, രണ്ടാമത് വരുമ്പോഴും പാർക്ക് ചെയ്യിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അറിയില്ല. നമ്മളേതായാലും ധനുഷ്കോടി പോയിട്ട് രണ്ടാമത് തിരിച്ച് പോകുന്ന വഴിക്ക് അവിടെ തന്നെ കയറാമെന്ന് ഓർത്തിട്ടാണ്. ഏതായാലും അമ്പലം നമുക്ക് കയറി കാണണം.
ഇതുവരെ കയറിയിട്ടില്ല. ഇവിടെ വരെ വന്നിട്ട് അമ്പലവടി കയറി കണ്ടേക്കാന്ന് കരുതുന്നു. നേരെ പോയിക്കൊണ്ടിരിക്കുക. നല്ല അടിപൊളി വഴിയൊക്കെയാണ് കേട്ടോ. രണ്ട് സൈഡിലും ഫുള്ള് കണ്ടൽക്കാടുകളൊക്കെയാണ്. കാക്കകളൊക്കെ ഇവിടെ ഉണ്ട്. അച്ഛനമ്മനെ നിന്ന് കാട്ടി വന്നു. എന്തേലും പറയാം, ഒന്നും പറയല്ല. നമുക്ക് അവിടെ ചെന്നിട്ട് സന്തോഷം. ലെഫ്റ്റ് സൈഡിലുള്ളത് വലിയ അത് കായലിന്റെ അപ്പുറം, റൈറ്റ് സൈഡിലുള്ളത് കടലാണ് കേട്ടോ. അവിടെയും കടലുണ്ട്. കേരള അറബിക്കടല. സാധാരണ നമ്മളെല്ലാം എപ്പോഴും കാണുന്നത് അറബിക്കടലിന്റെ ഭാഗമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പാത നമ്മളിപ്പോ കാണുന്നത്. നല്ല ബ്ലൂ സീഷോറാണ് കേട്ടോ. നമ്മുടെ അവിടെയൊക്കെ ഇത്രത്തോളം നല്ലൊരു സീഷോർ നമ്മൾ കണ്ടില്ല. നമ്മളിങ്ങോട്ടേക്ക് ധനുഷ്കോടിയിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ അവിടെ ഒരു 20 റുപ്പീസ് ബില്ല് പേ ചെയ്യണം. അപ്പോൾ അതിന് അവിടെ വെച്ച് അവർ പറയും ഇവിടെയായിട്ട് പ്ലാസ്റ്റിക്കുകളൊന്നും നിക്ഷേപിക്കരുത്, അലക്ഷ്യമായിട്ട് കളയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ധനുഷ്കോടി കണ്ടായിരുന്നു. ധനുഷ്കോടിയിലുള്ള ലൈറ്റ് ഹൗസ് ആണ് കേട്ടോ ഗൈസ് നമ്മളിപ്പോൾ കണ്ടത്. ധനുഷ്കോടിയിൽ ഉള്ള മെയിൻ വഴി കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് സുനാമിയൊക്കെ വന്ന ടൈമിൽ ഇങ്ങോട്ടേക്കൊക്കെ വെള്ളം കയറിയിരുന്നു. നല്ല വഴികളാണ്. കുറേ ആടുകളൊക്കെ നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ കണ്ടൊരു കാര്യമാണ് കേട്ടോ. ഇഷ്ടംപോലെ ആടുകളുണ്ടായിരുന്നു പല സ്ഥലത്തായിട്ട്. ആട് കൃഷിയാണ്. നല്ല കാണാനാണെങ്കിലും അവിടേക്ക് ഒരു ഫോർട്ട് പൊളിഞ്ഞ് കിടക്കുന്നത് നീ കണ്ടില്ല? ആ ഒരു ചെറിയ ഫോർട്ടാണോ അതോ ഒരു ചെറിയ ബിൽഡിംഗ്? ഇത് പണ്ടത്തെ ഒരു നഗരമായിരുന്നു എന്നാ പറയുന്നത്. ഇവിടെ വെള്ളം എടുത്തു പോയതാണ്, താമസം അങ്ങനെ സംഭവിച്ചതാണ് ധനുഷ്കോടി എന്നാ പറയുന്നത്. ആ ധനുഷ്കോടി എന്ന് പറയുന്ന സ്ഥലമായിരിക്കും അവിടെ. അപ്പൊ കാണാനുള്ള ഇവിടെ ആയിരിക്കും. അവിടെ ആരോ ഉണ്ടെന്ന് ഫുഡാണോ? ബോട്ട് കടലെടുത്ത് പോയിരിക്കുന്നതാണോ മിക്കവാറും. സ്ഥാപിച്ചേക്കണോ? നോക്കൂ കടലൊക്കെ നോക്കി. അടിപൊളിയാണ്. കടലിൽ കൂടെയാണ് കഴിച്ച് നമ്മൾ കാർ ഓടിക്കുന്നത്. അതാണ്ടേ അച്ഛൻ അമ്മയൊക്കെ അങ്ങ് നടന്നു പോവാണ്. ഒരു 100-300 മീറ്റർ ഇപ്പറേ നമ്മൾ വണ്ടി ഇട്ടു. അതെ കടലടിച്ച് കയറുന്നത് നമ്മുടെ ഈ വാക്കിംഗ് ഏരിയ വരെ വെള്ളം തെറിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറേ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല എന്ന് കേട്ടതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് ഇവിടെ നടന്നു പോകാമെന്നാണ് വിചാരിക്കുന്നത്. അവിടെ എന്താ അശോകചക്ര സ്റ്റാച്ചു അവിടെ ഉണ്ടെന്നാണ് കേട്ടോ പിന്നെ പിന്നെ പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം എന്താണ്. അവിടെ കയ്യിലെ പറ്റിയില്ല പോയിരിക്കുന്നത്. അപ്പോൾ അശോകചക്രമാണ് കൈസ കാണുന്നത്. സിംഹത്തിന്റെ നടുക്ക് അതിന് അശോകചക്ര ഈ സ്റ്റാറ്റുവിന്റെ പേര് പറഞ്ഞിരിക്കണേ. എത്ര ജനമാണ് ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് നോക്കൂ ഗൈസ്. നമ്മൾ ഇപ്പൊ അവിടെയാണ് ഉള്ളത് കേട്ടോ. ഇത് പൈസ തരുമോ? പൈസ ഇവിടുന്ന് മേടിച്ചിട്ടുണ്ട്. അറിയില്ല. ഭയങ്കര കാറ്റാണ്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നല്ല ഇത് കണ്ടില്ല നടക്കുന്നേ. കാറ്റ് കൊടുത്തേപ്പാ നല്ല ഒരു അമ്മേനെ തന്നെ കാണിച്ചു കൊടുക്കണം. ഇത് നോക്കാം. ഇത് കാണത്തില്ല. ഓ നമ്മളാണെങ്കിൽ 5-6 ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ പോകണം. അച്ഛൻ ഇറങ്ങി വന്നില്ല. അച്ഛയ്ക്ക് കാലിന് വയ്യാത്തതുകൊണ്ട് ഇവിടെ നിൽപ്പുണ്ട്. എവിടെ സൂം ചെയ്ത് കാട്ടാൻ അവിടെ ഇതും കൊണ്ട് തൊട്ട് കാണിച്ചുതരാം. ഈ നിൽക്കുന്ന പച്ച കളറാണ് അച്ചായി. എന്താണേലും കുറച്ച് ഫോട്ടോഷൂട്ടിലായിട്ട് രാജാ രാജാ അങ്ങനെ ധനുഷ്കോടിയിലെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ തിരിക്കുവാണ് കേട്ടോ. ഇത്ര നേരം താഴത്ത് ആ കടലിൻ്റെ അടുത്തൊക്കെ പോയത് ഇത്ര നനഞ്ഞ് പൊളിച്ച് ഉണ്ണിക്കുട്ടനൊക്കെ. എന്നിട്ട് പോലും ഒരു
നല്ലൊരു ഫോട്ടോ കിട്ടില്ല എന്നുള്ളതാണ് പുള്ളിയുടെ വിഷമം. നമുക്ക് ഒരു മാസ് വീഡിയോ പുള്ളിയുടെ ഞാൻ എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞാൽ കുറേ ക്ലിപ്പിങ്സ് ഒക്കെ എടുത്തു, പക്ഷേ കിട്ടിയില്ല. ഞാനിത് ഈ പറഞ്ഞുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ ഇട്ടേക്കാം കേട്ടോ, അല്ലേ? നാട്ടുകാർ കാണട്ടെ. നല്ല ബാഹുബലിക്കകത്തെ യാഷിനെ പോലെ, കേശിൻ്റെ അത് യാഷിനെ പോലെ ചെയ്ത് വെക്കാനായിരുന്നു, പക്ഷെ അത് സെറ്റായില്ല. ആണെങ്കിലും നമ്മൾ പോവാണ് ബാരിക്കേഡിൻ്റെ നടുക്കിക്കൂടെ അച്ചായി അമ്മയും. വെള്ളം കിട്ടില്ല, വെള്ളം ഇവിടെ ഇല്ല. ഇത്രയും വെള്ളം കിട്ടാണ്ട് ഭരിക്കാനാണ് യോഗം. എന്ത് ധനുഷ്കോടി എങ്ങനെയായി? വണ്ടി ഇവിടെ വരെ വരും, പക്ഷെ നമ്മളിവിടെ വരെ കൊണ്ടുവന്നില്ല കേട്ടോ. കാരണം ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല, അപ്പോൾ നമുക്ക് ഇറങ്ങലൊന്നും നടക്കൂലായിരുന്നു. പക്ഷെ ഇവിടുത്തെ തിരക്ക് കണ്ടോ. അങ്ങനെ നമുക്ക് പോകാൻ കഴിയും. ആ ചോദിച്ചായിരുന്നു, ഇല്ലെന്ന് പറഞ്ഞു. നമുക്ക് ഒട്ടും സോഷ്യൽ ആൻസൈറ്റി ഇല്ലാന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നത് ഞാനിപ്പോൾ ഇതിൽ കൂടെയൊക്കെ വീഡിയോ എടുത്ത് നടക്കുമ്പോഴാണ് കേട്ടോ. ചിലപ്പോൾ അതിന് മറ്റൊരു കാരണം എന്നാന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കേരളമല്ല, സോ മലയാളികൾ കുറവായിരിക്കാം എന്നുള്ളൊരു ധൈര്യം കൊണ്ടും കൂടി ആവാം. പക്ഷേ ഞാൻ കുറേ നേരമായി ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നു. ഇപ്പോൾ പോലും നമ്മൾ നമ്മുടെ കാറിന് അങ്ങോട്ടേക്ക് എത്തുന്നേ ഉള്ളൂ. അവിടെ നിന്ന് ഒരു ഇതൊക്കെ നമ്മൾ മേടിച്ച് വെച്ചേക്കാം കേട്ടോ, കുൽഫി. അതിൻ്റെ വിശ്വസൊന്നും എടുത്തില്ല. താറാവോ നിക്കർ കാണാൻ പോണേ, നിക്കറിൽ അപ്പിട്ടു അടയ്ക്കുന്നു. അപ്പോൾ നമ്മളാണെങ്കിൽ മസനഗുഡിയിൽ നിന്നും യാത്ര പറയുകയാണ്. ഇവിടുത്തെ അടിപൊളി വ്യൂ ആണ്. എന്താണേലും രാമേശ്വരമൊക്കെ വരുന്നവർ മസ്റ്റ് വാച്ച് പ്ലേസ് ഒന്ന് കാണുക. ഓ, പക്ഷേ കാറ് പാർക്ക് ചെയ്തിട്ട് പോയതാണ്. അകത്തുനിന്ന് കാറിന്റെ ചില്ലൊക്കെ നോക്കൂ, ഫുള്ള് ഇതടിച്ചാണ് കേട്ടോ, ചാറ്റിലടിച്ചാണ്. വേണ്ട, എനിക്ക് ചെരുപ്പ് വേണ്ട, ചെരുപ്പ് വേണ്ട. പിന്നെ എടുക്കാതെ ബൈ. പിന്നെ എടുത്തത് ഉണ്ണിക്കുട്ടൻ ബാക്കില് എടുത്തിടാൻ പറയാം. കടലാൽ ചുറ്റപ്പെട്ട സ്ഥലം. പിന്നെ നടുക്ക് വഴി. പിന്നെ മറ്റേ സുദർശന ചക്രം അങ്ങനെ ഉണ്ടായിരുന്നു. സുദർശന ചക്രം വിഷ്ണുവിന്റെ മഹാവിഷ്ണുവിന്റെ അതല്ലല്ലോ സുദർശന, അതല്ല അശോക ചക്രത്തിന്റെ നടുക്കിലിരിക്കുന്ന ചിഹ്നങ്ങളാ. ഈ സുദർശന ചക്രം എന്നായിരുന്നു? സുദർശന ചക്രം ഇത് മഹാവിഷ്ണുവിന്റെ കയ്യിൽ കിടന്ന് ഇങ്ങനെ കറങ്ങണം സാധനം. ഇങ്ങനെ ഇറങ്ങില്ല, ഡാൻസിന് ഇങ്ങനെ ഇറങ്ങും. മറ്റേ സുദർശന ചക്രം ഇങ്ങനെ നിൽക്കുള്ളൂ, അത് ഇറങ്ങിക്കോളും. ഡാൻസിനമ്മ ഇങ്ങനെ ഇറങ്ങും. നമുക്കിനി അടുത്ത ഡെസ്റ്റിനേഷൻ ചെന്നിട്ട് കാണാം. ബൈ ബൈ. ഫുഡ് കഴിക്കാൻ പോയിരിക്കും. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മൾ കണ്ടിരുന്നു ദാണ്ടെ ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസ് കേട്ടോ. നമ്മളിപ്പോ അവിടെ എത്തും, അപ്പൊ നമുക്കാണെങ്കിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോ? നമ്മൾ വന്നപ്പോ ലൈറ്റ് ഇട്ടേണ്ടായിരുന്നില്ല. ഒരു 6 മണിക്കല്ല, ഒരു 5:30 കഴിഞ്ഞപ്പോ തന്നെ ലൈറ്റ് ഹൗസിലെ ലൈറ്റ് ഓൺ ആയിരുന്നു കേട്ടോ. കുറച്ചുകൂടി ആകുമ്പോൾ കൈ ഇങ്ങനെ നീക്കി പിടിച്ചാൽ മതി. കൈ നീട്ടുമ്പോ ക്യാമറ എടുത്തിട്ട് പോയില്ലേ. ഓക്കെ, തിരിച്ചു. അതായത് നമ്മളാണെങ്കിൽ ധനുഷ്കോടി ലാസ്റ്റ് പോയിന്റിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അച്ചായുടെ ഫോണിലോട്ട് മെസ്സേജ് വന്നു, നമ്മൾ ഇന്റർനാഷണൽ റോമിങ്ങിലാണ്. ശ്രീലങ്കൻ മെസ്സേജ് ആണ് കേട്ടോ. ശ്രീലങ്ക എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫോണിലിനി കണക്ഷൻ ഒന്നും കിട്ടില്ല, റോമിങ് ഓൺ ആക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപക്ഷെ അതായിരിക്കും അതിർത്തിയല്ലേ, അതുകൊണ്ടാവാം. പക്ഷെ സൂര്യാസ്തമയം കാണാൻ പറ്റിട്ടോ നമുക്ക് ധനുഷ്കോടി. അടിപൊളി. സൂര്യാസ്തമയം കണ്ടില്ല, അപ്പത്തേക്ക് മേഘത്തെ മേഘത്തിൽ അസ്തമിക്കുന്നത് കാണാൻ പറ്റി. എല്ലാ പ്രാവശ്യം നമ്മളാണെങ്കിൽ സൂര്യാസ്തമയം കാണാൻ പോയ സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ഇങ്ങനെയാണ് പറ്റിയത്. കണ്ടോ? കന്യാകുമാരിയിൽ സൂര്യൻ താന്നു പോയല്ലോ. ഇല്ല, നമ്മൾ എവിടെയും കാണാൻ പറ്റിയില്ല. കാണാൻ പറ്റാണ്ടാണ് മടങ്ങിയത്. 2 സ്ഥലങ്ങളിൽ പോയായിരുന്നു. പിറ്റേന്ന് ആലപ്പുഴ പോയി കാണാൻ വേണ്ടിയിട്ട്. ആലപ്പുഴയിലും ഇതേ സെയിം സിറ്റുവേഷൻ. സൂര്യൻ താഴ്ന്ന് കാണാൻ പറ്റിയില്ല. സൂര്യൻ താഴ്ന്ന് വരുന്ന കണ്ടു. കടലിൽ അസ്തമിക്കാൻ പോയപ്പോഴേക്കും അതിനെ മേഘത്തിൽ അസ്തമിപ്പിക്കേണ്ടതായിട്ട് വന്നു. നമ്മളിപ്പോൾ ഉള്ളത് രാമേശ്വരം അമ്പലത്തിന്റെ അകത്താണ് കേട്ടോ. അതാണ്ട് അവരൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ ധനുഷ്കോടി കയറി തിരിച്ചിറങ്ങി വരുന്ന വഴിക്കാണ് കേട്ടോ. ഇതിൻ്റെ അകം നിറയെ ഇതാണ്ട് പോകുന്ന വഴികളിലെല്ലാമായിട്ട്
ചെറിയ ചെറിയ കടകളും കുപ്പിവളയും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇരുവശങ്ങളിലായിട്ട്. ഇതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ നടന്ന് രാമേശ്വരം അവിടെയായിട്ട് ഗണപതിയുടെ വിഗ്രഹം കാണാം. അതുകൊണ്ട് നല്ല പില്ലർ വർക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ അവിടെ. നമുക്ക് ആദ്യം നമ്മൾ കയറണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ് കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ടൈമിനേക്കാൾ വളരെ വൈകിയിരുന്നു. ഏതായാലും കയറിയത് ഭയങ്കരമായിട്ട് നന്നായി. കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റി. ഇനി എപ്പോൾ വരും എങ്ങനെ വരുന്നു എന്നുള്ളത് എത്രമാത്രം പോസിബിൾ ആണെന്നുള്ള കാര്യം അറിയില്ല. ഏതായാലും വന്നതുകൊണ്ട് ഇത് കണ്ടില്ലേ ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ഇങ്ങനെ ഇവിടെ കയറാൻ തോന്നിയത് കൊണ്ട് ഉണ്ടോ. പിന്നെ നമ്മളാണെങ്കിൽ ആദ്യം പറഞ്ഞില്ലായിരുന്നോ ഒരു കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പൈസ കൊടുത്തതിന് ശേഷമാണ് അവിടെ നിന്ന് പോയത്. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരനെ നമ്മൾ ആദ്യം മനസ്സിലായില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ പാർക്കിംഗ് ഇല്ല, ഫില്ലായതെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ നമ്മുടെ ടിക്കറ്റ് കാട്ടി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഓക്കെ മനസ്സിലായി, കയറിയിട്ടോളാൻ പറഞ്ഞു. നമ്മളവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നടന്നു പോരുകയാണ് ചെയ്തത്. പിന്നെ ഈ അമ്പലത്തിൻ്റെ അകത്ത് ഫോണൊന്നും ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. നമ്മളാ മറ്റേ ഇന്നലെ മീനാക്ഷി അമ്മൻ കോവിലിൽ കയറിയപ്പോൾ അവിടെ പറ്റില്ലായിരുന്നു. അതുപോലെ ആയിരിക്കും എന്നാണ് ആദ്യം പ്രതീക്ഷിച്ചത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മുഴുവൻ വിഷ്വൽസ് എടുക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അച്ഛൻ അമ്മയൊക്കെ മുമ്പിലാണ് കേട്ടോ പോകുന്നത്. അതാണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഡ്രസ് കോഡോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം മീനാക്ഷി അമ്മൻ കോവിലായിരുന്നപ്പോൾ അവിടെ മുണ്ടെടുക്കണം, അതായത് ചെറിയ ട്രൗസർ പോലത്തെ ഡ്രസ്സൊന്നും അലൗഡ് അല്ലായിരുന്നു. അതാണ്ടേ ഞങ്ങളുടെ എല്ലാവരും കോസ്റ്റ്യൂം വെള്ളമൊന്നുമില്ല. ആദ്യം ഒരു ചെറിയ അബദ്ധം പറ്റി. ഇതൊന്നും നോക്കാണ്ടാണ് നമ്മൾ ഫേസ് ഒന്നും നോക്കാണ്ടാണ് നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങിയത്. അതുകൊണ്ട് മുടിയൊക്കെ അലമ്പായിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് താമരത്തണ്ട് കണ്ടുപോയി. നമുക്ക് റൗണ്ടിച്ച് പോയ പോലെ അത് മതി. നമ്മൾ രാമേശ്വരം അമ്പലത്തിൽ തൊഴുതിറങ്ങി. ശിവൻ്റെ അമ്പലമാണ് കേട്ടോ ഇവിടെ. ഇവിടെ ശിവൻ്റെ എന്തുവാ ശിവൻ്റെ എന്തോ ആണല്ലോ. ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠയായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മളാണെങ്കിൽ നമ്മുടെ ചെരുപ്പിട്ടെടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങിയെങ്കിൽ പോലും പിന്നീട് അങ്ങ് ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് അവിടെ വീഡിയോ ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ്. കുറച്ച് ദൂരെ ചെല്ലുമ്പോഴത്തേക്ക് കയറ്റാൻ പറ്റില്ല. അതെ അത് സ്റ്റാർട്ടിങ്ങൊക്കെ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാം. അങ്ങനെ എടുത്ത വീഡിയോസാണ് അതെല്ലാം. എന്നിട്ട് ഏതായാലും നമ്മളിനി ഇവിടെ നിന്ന് തിരിക്കുവാണ്. മിക്കവാറും ഇടുക്കിയിലായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മുടെ ഇനി കേരളത്തിലായിരിക്കും സ്റ്റേ ഉണ്ടാവുള്ളൂ. ഇന്ന് സ്റ്റേ എടുത്തിട്ട് മറ്റന്നായിരിക്കും നമ്മൾ അടുത്ത യാത്രയിലായിട്ട് തിരിക്കുന്നത് കേട്ടോ. ഏതായാലും നമ്മൾ പോവുകയാണ്. ഓക്കെ ബൈ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ചെരുപ്പെല്ലാം കയറ്റി വെച്ചിരുന്നത് കേട്ടോ. ഗൈസ് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും സ്ഥലങ്ങൾ യാത്ര ചെയ്തപ്പോൾ ഇല്ലാത്തൊരു മോഹം ഇവിടെ എത്തിയപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് എടുക്കാൻ തോന്നി. തീരണ സ്ഥലത്ത് നമ്മൾ നമ്മുടെ വണ്ടിക്ക് ഫാസ്റ്റ് ട്രാക്ക് എടുത്താണ് ഗൈസ്. ഇപ്പോൾ രാവിലെ വെളുപ്പിന് 5 മണി ആയിട്ടുണ്ട്. തിരിച്ച് നമ്മൾ തൊഴിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു കുറഞ്ഞൊരു 6-7 ടോള് നമ്മൾ കഴിഞ്ഞു. തിരിച്ചു പോരാൻ നേരത്തൊന്ന് ഫാസ്റ്റ് ട്രാക്ക് എടുക്കുന്നത്. ഇതിൻ്റെ സ്ഥലം എവിടെയാണ്? അത് കയറ്റി വെച്ചോ. ചാർജ് ചെയ്യണമെങ്കിൽ ഇത് ഈ QR കോഡ് സ്കാൻ ചെയ്താൽ മതി. ജിപേയിലോ ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ. ഏത് ഈ QR കോഡ് എത്ര രൂപയ്ക്ക് വേണം ചാർജ് ചെയ്യാന്ന് ചോദിച്ചവനെ. അപ്പൊ ചാർജ് ചെയ്യുന്നത് എത്ര രൂപ ലിമിറ്റ് ഇല്ല, നമ്മൾ അടിച്ചു കൊടുത്തത് ചാർജ് ചെയ്യാം. ചോദിച്ചു നമ്മള് കുതിരാൻ ഇതിൻ്റെ അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് നീങ്ങി മാറ്റിയാൽ മതി. കുതിരാൻ തരംഗത്തിലൂടെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ യാത്ര. ഗൈസ് അപ്പോൾ നമ്മളങ്ങനെ ബാക്ക് ടു തൊടുപുഴയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തൃശ്ശൂരെത്തി. അമ്മയുണ്ണിയൊക്കെ ഉറക്കും. ഇനി നല്ല ഉറക്കമാണ്. ഞങ്ങൾ വരുന്ന വഴിക്ക് തൃശ്ശൂർ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല ഉറക്കം വരുന്നുണ്ട്. ഒരു സൈഡിൽ വണ്ടിയൊക്കെ നിർത്തി അവിടെ കിടന്നിറങ്ങി കുറച്ച് നേരം എന്നിട്ടാണ് കേട്ടോ പിന്നെ പോരുന്നത്. അതുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക ഹൈവേയിലാണ്. യാത്രക്കിടയിൽ നിങ്ങൾക്കാണേലും ഉറക്കം വരുന്നു എന്ന്
എല്ലാവർക്കും ഉറക്കം വരുന്ന തോന്നുന്ന സാഹചര്യങ്ങൾ എവിടെയെങ്കിലും ഒതുക്കി സേഫായി കിടന്നുറങ്ങി അതിന് ശേഷം എണീറ്റ് വണ്ടി ഓടിച്ച് യാത്ര പോവാം കേട്ടോ. അടിപൊളിയാണ് പിന്നെ പോകുമ്പോൾ. ഇന്നലെ നമ്മൾ ധനുഷ്കോടിയിൽ പോയി വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കടൽ തീരെ അടിച്ച് വണ്ടിയുടെ സൈഡിൽ വെള്ളം ഉപ്പുവെള്ളം ആയിരുന്നു. അതുകൊണ്ടാണ് മൊത്തം ചില്ലിലൊരു ഷെയ്ഡ് മങ്ങി കിടക്കണം. അതിന് അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴുകി കഴിഞ്ഞാൽ മാത്രമാണ് അത് പോകുള്ളൂ, അല്ലെങ്കിൽ ഇത്തിരി കട്ടിയായിട്ട് തന്നെ കിടക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ മങ്ങിയിരിക്കുന്നത്. കണ്ടോ ഈ ഗ്ലാസ് നോക്കും ഫ്രണ്ട്സ്. അമ്മ മീൻ മേടിക്കാൻ പോയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ തൊടുപുഴ എത്തി. സെൻട്രൽ ബസാറിൻ്റെ മുമ്പിൽ മീൻ മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ബാക്ക് ടു ഇവിടെ എത്തി. ഇങ്ങോട്ട് വിഷയം ഇത് വേണം വെറുതെ ആയിപ്പോയി. അച്ചായി അച്ഛാ വെള്ളം ഒഴിക്കല്ലേ? നമ്മൾ സാധനം എല്ലാം കൊണ്ടത് വെക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടില്ല. വെളിയിൽ പോണോ? അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് കയറിയിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ ബൈ. നമ്മുടെ വീടിൻ്റെ പൊക്കം ഗൈസ് അല്ലേ. ദിസ് ഈസ് മൈ റൂം. കാണുന്നില്ല, തുറച്ചു കേട്ടിട്ടില്ല.